പറഞ്ഞില്ല ഇടിച്ച അതിന്റെ ഇല്ല എന്റെ ഇടിച്ചില്ല അതുകൊണ്ട് പേടിക്കുന്നു. എന്റെ എല്ലായിടത്തും ഡി ഇടിക്കുന്നുണ്ട്. ഇതെന്തോ അവനെ പേടിച്ച് എന്താ ഫ്രണ്ടൊക്കെ ബ്രോ 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 എന്ത് വണ്ടിയാ ഇത് മറ്റേ ബ്രോ ബ്രോ എന്താ തീയൊക്കെ പോണു ബ്രോ? ഹലോ ഇത് വണ്ടി കേടായ ബ്രോ. തീവണ്ടിയാ ഇത് ട്വിൻ ടർബോ V12. ഇത് എത്ര കയറും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ എന്റെ വണ്ടിയോടെ നീ ഒന്ന് റേസ് വെച്ച് നോക്കടാ. ശരി റേസ് നടത്താ. 5 കോടി വെച്ച് റേസ് നടത്തണ നീ. ഒരു 2 കോടി പിടി. 5 എടാ നമുക്ക് ചെറിയ കളി എടാ ചെറിയ കളിച്ചൊന്നും ഇല്ലടാ. ചെറിയ കളി കളിച്ചൊന്നും ശീലമല്ല നമുക്ക്. അതുകൊണ്ടാ 5 കോടിക്ക് നീ ഉണ്ടോ ഇല്ലേ? ട്വിൻ ടർബോ അല്ലേടാ ഇത്? ട്വിൻ ടർബോ ഇല്ലേ? നിനക്കെന്താ കോൺഫിഡന്റ് ഇല്ലേ നമ്മളെ വണ്ടിയായിട്ട്? എന്നാ ഇങ്ങോട്ട് റോഡിലോട്ട്. അവന്റെ വണ്ടി അറിയത്തില്ല. എത്ര കെയർ ഇന്ന് അവൻ അടിച്ച് കളയുമല്ലോ. പെട്രോൾ നമ്മുടെ വണ്ടി. എന്റെ അല്ലെങ്കിൽ നീ ഓട്ടിക്കേണ്ടി വരും. ഡ്രോപ്പ് ഓക്കെ അളിയാ. നീ നീ കൊള്ളാം കേട്ടാ. വണ്ടി പുറത്തുനിന്നുള്ള വണ്ടിയാണ്. അല്ല അകത്ത് വണ്ടി. ബ്രോ ഞാൻ 3, 2, 1 എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യേ. നമ്മളെ ചെറിയ വണ്ടി 220, 210. ബ്രോ ഏതുവരാക്കാ നമുക്ക് നമ്മുടെ ജയില് വരെ. മറ്റേ ജയില് കഴിഞ്ഞിട്ട് യെല്ലോ ബോൾ അറിയോ? ഒരു യെല്ലോ ബോൾ അറിയാവോ? യെല്ലോ ബോള് വെയിറ്റ് ബ്രോ. ജെ അല്ല ജി ഫോർ ഗേ. ഓക്കെ ബ്രോ റെഡി 1, 2, 3 ലെറ്റ്സ് ഗോ. ശരി മുഖ്യം അല്ലെ ഒന്ന് സ്ലോ ചെയ്തോട്ടെ. അത് കോൺഫിഡൻസ് വരട്ടെ. നമുക്ക് ഇവിടുന്ന് വെച്ച് പിടിക്കാം. പറ്റി അവൻ അടുത്തോട്ടെ. അവനാണോ പോയത്? അല്ലല്ല ബാക്കിൽ വരുന്നുണ്ട്. അല്ലെ അത് ഫെയർ അല്ലെന്നൊക്കെ പറയാൻ അവൻ. എന്താന്ന് വെച്ചാൽ ഫെയർ അല്ലാതെ അതൊന്നും പറഞ്ഞല്ലോ. പിന്നെ ഫ്യൂരില്ല. നമ്മളിവിടെ ഫുൾ ടൈം ഫ്യൂർ അടിച്ചിട്ട് അല്ല കേറി പോട്ടടേ അവൻ. നമുക്കിനെ പിടിക്കാം. കത്തിച്ച് കളിയാ ഏതാ മോനെ 5 കോടി ചുമ്മാ കയ്യിൽ. അപ്പുറത്താണ് F1 ആണേ. ഡ്രിഫ്റ്റ് നിർത്തലയാ. ഹലോ ചന്ദ്രു എവിടെ? ഞാൻ ഇവിടെ നമ്മുടെ പമ്പിന്റെ ഒക്കെ അടുത്തായിട്ട്. എവിടെ ചന്ദ്രു? ഞാൻ നിന്നെ വിളിക്കാം. ഇപ്പോൾ കട്ട് ചെയ്തേ ഒരു സെക്കൻഡ്. ചന്ദ്ര സ്കാം ചെയ്താ അളിയാവ നമ്മളെ സ്കാം ചെയ്ത അളിയാ മൈരൻ. പിടിക്കണം അവനെ പിടിക്കണം. 5 കോടിയിട്ട് സൂര്യകുപ്പിന്റെ കാറ് വാങ്ങിച്ചു കൊടുക്കാം. ഏത് അവൻ ഇവിടത്തോളം ഞാൻ കണ്ടതാ. ഇവിടത്തോളം രമേശ് കടന്നു കളഞ്ഞു കേട്ടോ. അതിവിദഗ്ധമായി കടന്നു കളഞ്ഞവൻ. കേട്ടാ
ചവിട്ടി വിട്. അവന് വേണ്ടി പെട്രോളില്ലെന്ന് പറഞ്ഞാണല്ലോ. അടുത്ത പമ്പിലെല്ലാം ചോട്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ നമ്മളെ മൂപ്പിച്ചങ്ങ് പോയവൻ. നമുക്ക് വല്ല നമ്പറെങ്കിലും വാങ്ങിക്കരുതട്ടെ. നമ്മളുണ്ട് എത്ര കയറി നോക്കിയാ 409 420 430 450. എന്റെ പൊന്നോ, അമേസിംഗ്. ദിസ് ഈസ് റിയലി അമേസിംഗ്. റിയലി അമേസിംഗ് അളിയ, റിയലി അമേസിംഗ്. അവൻ നമ്മളെ വായി തന്നിട്ട് പോയി അളിയ. അവനെ പിടിക്കണം അളിയ. എനിക്ക് കോസ്റ്റ് അവനിക്ക് അവനെ വേണം. 5 കോടി എന്നെ സ്കാം ചെയ്തവർക്ക്. രണ്ട് ടെർബോ വെച്ചേക്കുന്നു ബാക്കിൽ. എവിടെയെല്ലാം കണ്ട അപ്പ തൂക്കിയൊക്കെ ഒരു വൃത്തികെട്ട ഷേപ്പിലുള്ള കാറ്. പച്ചക്കാറ് ബാക്കിൽ 2 ടെർബോ കുറെ തീയൊക്കെ ആയിട്ട് പോകുന്നു. തവള കണക്കിരിക്കുന്ന ഒരു വണ്ടി. തവള, ചൊറിയൻ തവള. പച്ച വണ്ടി കത്തിയാളിയാ. എടാ അവനൊരു 5 കോടി തരാനുണ്ട്. പിടിച്ച് തന്നെ അവർക്ക് 1 കോടി തരാം. ABCD അവിടെ ഇല്ലേ? ബാല പേരറിയെങ്കിൽ നമ്മ പിടിക്കില്ല അവരെ. നമുക്ക് പേരറിയില്ല. അവന്റെ പച്ചക്കാറ് മാത്രമേ അറിയത്തുള്ളൂ. പച്ചക്കാറ്. എടേ പച്ചക്കാറില് 2 ടെർബോ വെച്ചേക്കുന്നു ബാക്കില്. വണ്ടി അളിയാ. എന്തൊരു സ്പീഡാ ഇത്. ഇത് വണ്ടി അളി അവരാണത്. കത്തിച്ചോട് കറങ്ങി മുതുക്കിപ്പോ. ഈ സ്പീഡിൽ കറങ്ങി മുതുക്കിപ്പോ. അതെന്താ ചന്ദ്ര? പിന്നല്ലാണ്ട് കിട്ടിയടാ അവനെ കിട്ടിയടാ. അമ്പടി ആണല്ലേ. നമ്മളെ 2 ദിവസം മുന്നേ എത്തി. നമ്മളെ ഇന്ന് ഉച്ചക്ക് എത്തി. നീ തന്നടാ അണ്ണന്റെ അരി. ഇറങ്ങടാ പുറത്ത്. നീ ആദ്യമേ നോക്കണമായിരുന്നു. വെല്ലുവിളിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ അടുത്ത് ഞാൻ പറയില്ല. ഇല്ല ഫെയർ ഡീൽ ഒന്നുമില്ല. എന്താ ഫെയർ ഡീൽ? എന്താ ഒരു വണ്ടി ഞാൻ വേറെ വണ്ടി മാറ്റി വരാം. എന്നിട്ട് ഒന്നുകൂടെ. ഏത് വണ്ടി? ഇല്ല നീ ജയിക്കൂല. നീ എന്നോട് ജയിക്കൂല. ഏത് വണ്ടി തന്നെ ജയിക്കൂല. നീ എന്താ ജയിക്കാൻ പോണില്ല. എന്റെ ഒരു സമാധാനത്തിന് അല്ല നിന്റെ സമാധാനം. നിന്റെ എന്ത് സമാധാനം? നീ ജയിക്കൂല. നീ കാശ് ഇത് കണ്ടോ? ഇത് അരിപ്പ വണ്ടി കണ്ടോ? ഇത് എഞ്ചിനൊക്കെ പുറത്ത് കളിക്കുന്നു. ഈ പാട്ട വണ്ടി വെച്ചിട്ടാണ് നീ എന്നോട് റേസ് തന്നത്. അതും ഈ സൂപ്പർ ആയിടാ. ഞാനല്ലല്ലോ വിളിച്ചേ. എടാ നീ അത് പറയണം. നീ അല്ല ഇവൻ കാറ് മാറട്ടെ. ഇല്ല അത് വണ്ടി മാറാം. കൂട്ടുകാരെ കാറ് മാറ്റി. റെക്സർ ഷോക്കാ. പിന്നെ പേരെന്താ? നമ്മളെ ഡൂഡിന്റെ സൗണ്ട് പോയില്ലേ? ഡൂഡിന്റെ ആള് മാറിയൊന്നല്ല. ഞാൻ അജ്ഞാതനല്ല. നമുക്ക് ഇവിടുന്ന് ഗ്യാരേജിൽ വണ്ടി എടുക്കാം. ഞാൻ നിനക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. എവിടെയുള്ള ഗ്യാരേജ്? എടാ 2012 ഗ്യാരേജ് വാ. 2012 നിന്റെ ബാക്കിൽ നിന്ന് ഞങ്ങൾ വരത്തുള്ളൂ കേട്ടോ. നിന്റെ ബാക്കിൽ നിന്ന്. ഞാൻ മുങ്ങിയിട്ടില്ല. എനിക്ക് മുങ്ങിക്കൂടായിരുന്നു. ഞാൻ അവിടെ വന്നതാ മഞ്ഞുമായിട്ട് ഫ്യൂൽ അടിച്ചു. എടാ SRK എടുത്ത് തോളി വലിച്ചിട്ട്. ആളിയെ തോളിക്കേറ്റ് SRK തോളിക്കേറ്റ് വലിച്ചേറ്റ്.
വായോ വായോ. നീക അവനെ വലിച്ചേറ്റ് SRK വലിച്ചേറ്റ്. ചന്ദ്രു ഒരു പീടി വണ്ടി കിട്ടിയായിരുന്നു, അതാ ചന്ദ്രനെ വിളിച്ചത്. എടാ പീടി വണ്ടി എനിക്ക് വേണ്ട. പീടി വണ്ടി വേണ്ട. ഒരുത്തന്റെ വണ്ടി വേണ്ട. പീഡിയായിട്ടുള്ള ഒരു ഇതെവിടെ പോണേ ബ്രോ? ഇങ്ങോട്ടാ. അല്ല പോട്ടെ എങ്ങോട്ടെങ്കിലും പോട്ടെ. 5 കോടി വാങ്ങിച്ചിട്ടേ എടുത്തുള്ളൂ. എവിടെ ബാക്കിൽ ചന്ദ്രൻ പോകല അവൻ ഇട്ടിട്ട് അവൻ സ്കാം ചെയ്യും നമ്മളെ. അവന്റെ വണ്ടി ഒരാള് കേറാം. ഹലോ മുത്തുപ്പാണ്ടി വിളിച്ചായിരുന്നോ? അതാര്? നിന്റെ അച്ഛനാ നിന്റെ മുത്തുപ്പാണ്ടി? ആ എന്റെ അച്ഛൻ അച്ഛനാണല്ലോ വണ്ടിയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ മുതുകിന്റെ നടുക്കാ നിക്കുന്നത്. ഞാൻ എല്ലാം വിളിച്ച് പറയുവേ. എത്രയ്ക്കാ കൊടുക്കുന്ന കണ്ണ്? എത്രയ്ക്കാ കൊടുക്കുന്ന? ഹലോ എവിടെ പറഞ്ഞു? മുത്തുപ്പാണ്ടി ഒരു ഗ്യാങ്ങിന്റെ കാര്യം ചോദിച്ച് വിളിച്ചായിരുന്നു. 15 കണ്ണ് അവര് ചോദിക്കുന്നേ. മുത്തുപ്പാണ്ടി 15 കണ്ണ് 15 കോടിക്ക്. 15 കോടി. ഓക്കെ യവൻ സഞ്ചാരിയാ. യവൻ മൈരൻ കൊറേ നേരമില്ല. അതെന്താ ചന്ദ്രു? പൊട്ടത്തല്ല. എടാ നിനക്കേ ആവതുള്ള ഒരു വണ്ടി നീ ആവതുള്ള വണ്ടി. എന്റെ വണ്ടി ഇടിച്ചതേ എഞ്ചിനൊക്കെ തകർന്നിരിക്കുക. ചെറുതാണോ വലുതാണോ ആവതുള്ള വണ്ടിയാണ് നീ. ഇനി ഒരു ഇതിലിട്ടോ 5 കോടി എന്നെ തന്നെ. 2 5 കോടി തന്നെ. 2 തന്നെ. ഇല്ലല്ല അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, നീ അവനെ കേരടി. അത് കൊള്ളാം. എടാ ജീന്ന് സ്റ്റാർട്ട് ചെയ്യ. ജീവ. എനിക്കറിയാം ഏത് വണ്ടിയാണ്. നമ്മളവിടെ റിപ്പയർ ചെയ്യണം കേട്ടാ. റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല ഉണ്ട് ആവശ്യമുണ്ട്. അവന് പോയി കേറി സെയിം സ്പീഡാണോ? പക്ഷെ അവന്റെ വണ്ടി ബാക്കിലാണല്ലോ വരുന്നത്. പതുക്കെ വരുവാ നൈസായിട്ട്. അപ്പൊ അധികം അത് ഓടോടെന്ന് കാണിക്കാനാട്ടാ നമ്മളെ അല്ലയാ. അത്ര സ്പീഡിലൊന്ന് കാണിക്കാൻ വേണ്ടി കേട്ടാ. അപ്പൊ നീ സിംഹമേ നമുക്ക് അടിച്ചോളാം. പിന്നെ 400 വെച്ച് സിമ്മിട്ട് അടിച്ചോളാ. ഹാൻഡിങ് മാത്രം മതി. പെട്രോൾ അടിക്കണം. എന്റെ പകുതിയോളം കാണിക്കുന്നുണ്ട് പെട്രോള്. ഇവിടുന്ന് നേരല്ലേ? ഇവിടെ അങ്ങോട്ട് നോക്കാം. നമുക്കിത് എവിടെ തീർക്കാം? ലീജിയൻ സ്കോറിൽ തീർക്കാം. അത് മച്ചാനെ ഏയിലാണ്. ഏയിൽ തീരുവോ? നോക്കിയേ. അത് ലീജിയൻ സ്കോറിന്റെ അടുത്ത് മാറിക്കോടാ സാർക്കെ. ഓക്കെ അല്ലേ? ഓക്കെ ബ്രോ തന്നെ റെഡി സ്റ്റാർട്ടൊക്കെ പറ. നമ്മളിനി പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇനി ഇത് വേണ്ട. അത് വേണ്ട. പറ. റെഡി 1 2 3 ഗോ. അളിയ മാസാ ചന്ദ്ര. ഓ പറടാ അളിയ നമ്മള് വരില്ലേ? അധികം മാസം വേണ്ടേ? അവൻ ചുമ്മാ ഇതാണെങ്കിലോ ഇതൊക്കെ കഴപ്പാണ്. ഞാൻ സത്യം പറയാ. ഇപ്പൊ സൂപ്പർ പോക്കുവാ. ഇത്ര കേറുള്ളൂ.
നീ നേരെ പൊക്കോ പോ. എന്തുപറ്റിയണ്ണ? നമ്മള് പിന്നെ ഒരു മര്യാദയല്ല, നമ്മളെ വെല്ലുവിളിച്ച ആൾ ഇവിടെ കിടക്കുമ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ പോയി ഫിനിഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ടീംമേറ്റ് പറഞ്ഞ് ഫിനിഷ് ചെയ്യാം, പക്ഷെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവനിവിടെ ചന്ദ്രന്റെ കാവലിരിക്കുന്നു. ചലഞ്ച് വെച്ച ആള് ഇല്ലെങ്കിൽ നമുക്ക് ചലഞ്ച് ഇൻവാലിഡ് ആണെന്ന് പറ. ചലഞ്ച് വെച്ച ആള് ചന്ദ്ര നീകൻ ചലഞ്ച് ചെയ്യിച്ചു മുതുകെത്തി. എന്നാലും ബ്രോ അത് ഫിനിഷ് ഒക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ അത് മോശമല്ലേ? നമ്മളെങ്ങനെയാ അത് നമ്മളെ എന്ത് ചെയ്യാനാ? EMS ഉണ്ടോന്ന് അപ്പൊ ഞാനിപ്പോ ഡ്രൈവ് ചെയ്തോ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഓടിക്കുന്നത് ശരിയല്ല, ഞാൻ ഓടിക്കണം എന്ന് പറഞ്ഞില്ലേ? അത് ശരിയാ. അപ്പൊ പിന്നെ ഇവിടെ നമ്മളെ ചലഞ്ച് വെച്ച ആള് വീട് എടുക്കുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യാൻ മാറിയില്ല. എന്റെ വണ്ടി കാണാനില്ല. ഇത് ഏത് വണ്ടിയാണ് ഇതൊക്കെ? ഇവന്റെ വണ്ടി നമ്മള് ഇവിടെ ഇത് ഏതാ വണ്ടി? ഒന്ന് ഓടിച്ചു നോക്കട്ടോ. കൊള്ളാലോ സാധനം. നമുക്ക് അവിടെ പോയിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് വരാം. തെറിച്ചങ്ങ് പോയി. ഇത് നമ്മളെന്തായാലും ജയിച്ച് ഞാൻ ഞാൻ നോക്കിയപ്പോ വണ്ടിയുടെ ഇത് ടയറാണ് പോയി നിർത്ത്. പക്ഷെ അല്ല വണ്ടിയിൽ ഇത് സംടൈംസ് ഇറ്റ്സ് ഹാപ്പൻസ്. ശരിയാ സംഭവം. മനസ്സിലായി, കൺട്രോൾ ഇത് ഡോർ ഉണ്ടായില്ല വണ്ടിക്ക്. മനസ്സിലായില്ലേ? ക്ലച്ച് പോയപ്പോ കടിച്ചു വലിക്കാൻ നോക്കിയത്. അങ്ങനെ പറമ്പിൽ എന്റെ വണ്ടി കിടക്കുന്നുണ്ട്, എടുത്തിട്ട് വരാം നമുക്ക്. എടാ നിങ്ങള് കാൾ അഡ്മിൻ ഓൺ എക്സാറ്റ് വിളിച്ചാലും വരത്തില്ല. ദൈവമേ അമ്പിളിമുറ്റത്താണ് നിന്റെ അച്ഛൻ്റെ വീട്. അവിടെ ചെന്നാൽ കാപ്പി കിട്ടും, കട്ടൻ കാപ്പി. വണ്ടി കളിയാ സൂര്യയുടെ ബർത്ത്ഡേ പറയുന്നത് ഇങ്ങനെ ബ്രോ. എന്തായാലും തോൽവി ബ്രോ സമ്മതിച്ചേ പറ്റൂ. ബ്രോ തോൽവി സമ്മതിക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ വെല്ലുവിളിച്ച ആളെ വീണ സ്ഥിതിക്ക് നമ്മളിപ്പോ എങ്ങനെയാ? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എല്ലാരും വന്നല്ല. ആടേ ഇത് ചെറു റേസ് വെച്ചപ്പേ ചന്ദ്രനെ അടിച്ച് മലത്ത് ഇട്ടേക്കുന്ന ചന്ദ്രൻ അടിച്ചു പോലത്തെ. ചന്ദ്രൻ ജസ്റ്റ് വണ്ടിന്ന് വീണതാ. ഡോർ ഉണ്ടായിടാ. അപ്പൊ ഈ വണ്ടി 450 പോയിരുന്നു. അപ്പൊ ചന്ദ്രന്റെ ഇതിന്റെ ക്ലച്ച് ബ്രേക്ക് പൊട്ടി. അപ്പൊ ചന്ദ്രൻ കടിച്ചു വലിക്കാൻ നോക്കിയതാ. ഇവന്റെ അച്ഛനാണ് വന്ന് നിന്നത്. കടിച്ചു വലിക്കാൻ വണ്ടിയും തെറിച്ച് വീണ് വണ്ടിയും തെറിച്ച് വീണ് ഗ്ലാസ് വഴി പൊട്ടി. എനിക്ക് മേടിച്ചപ്പോ സമാനമല്ലേ എന്തിനു? എക്സലൻസ് പർപ്പസ് ആർപി കൺവെൻഷൻ. അത് നമ്മള് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമ്മളെയൊക്കെ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് കണ്ടത്തിലിട്ട് പോകുന്ന വഴിക്കാണ് നിങ്ങൾ തെറിച്ച് വീണത്. എന്താ ഞാൻ കണ്ടില്ല. SRK ഹെൽപ്പ് ഇട്ട് ഇത്ര കാലായിട്ട് ഞാൻ ചന്ദ്രനടുത്ത് ഹെൽപ്പിടാൻ പറഞ്ഞ. ചന്ദ്രൻ അങ്ങനെ പലതും പറയാം. പിന്നെ ചന്ദ്രൻ കിട്ടാ പോരെ? കള്ളൻ ലോക കള്ളനെ. ആണല്ലേ? ഓക്കെ. അല്ല കുറെ നേരം അപ്പൊ അതാണ്. പിന്നെ നിങ്ങൾ എന്താ എങ്ങനെ അതൊക്കെ മോശമാണ്.
അയ്യോ ചന്ദ്രു പോയി കേട്ടോ. ചന്ദ്രൻ പോയി ചന്ദ്രു കുറച്ചു കാലത്തേക്കിന് ഇല്ല. അല്ല പിന്നെ എന്തിനാ ബ്രോ ചന്ദ്രൻ നീ എണീറ്റ് എടുത്തോ. വരുന്ന ആളെ ഞാൻ ഏറ്റെടുത്തു ഞാൻ ഇല്ലല്ലോ പറഞ്ഞേ ഞാൻ ഇല്ലല്ലോ പറഞ്ഞേ ഗോഡ് ആ എവിടെ പോണം ആ പോട്ടെ ടാറ്റ ഞാൻ ലൈവിൽ കാണിക്കേണ്ട അത്തേറ്റ് ഓക്കെ പോയി 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 പോയി. ദൈവം ഒരു കനിവ് ഒന്ന് കൊറേ നേരമായി ഒന്ന് പൊക്കിയായിരുന്നെങ്കിൽ അല്ല വേണ്ട ചന്ദ്രൻ ഇപ്പൊ പൊങ്ങത്തില്ല അതാണ്. പൊക്കണ്ട ആ ഞാൻ അഡ്മിനല്ല പറഞ്ഞേ ഉന്നത്തരം പറയല്ലോ കേട്ടോ ഹലോ ചന്ദ്രു ചന്ദ്രു ഹലോ 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 ബ്രോ 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 കാശര 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 നിന്റെ വണ്ടി കൊണ്ട് ഇത് നിന്റെ വണ്ടിയില് നിന്റെ വണ്ടി ഇപ്പൊ ഇരിക്കണ പോലത്തെ 2 എഞ്ചിൻ വെച്ചാലും നീ ജയിക്കൂല. എനിക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യായിരുന്നല്ലേ ബ്രോ? ഞാൻ ഫിനിഷ് ചെയ്തില്ലല്ലോ. എടാ എന്റെ വണ്ടി തന്നെ എത്തി. എന്റെ വണ്ടിയാണ് റൈസ് വെച്ചത്. എന്റെ വണ്ടി അങ്ങ് എത്തി ഓൾറെഡി. മിസ്കമ്മ്യൂണിക്കേഷൻ എന്ത് മിസ്കമ്മ്യൂണിക്കേഷൻ? പറഞ്ഞെടുക്ക്. ഇല്ല ഇത് പറഞ്ഞു തീർക്കില്ല. നിന്റെ വണ്ടി ഓക്കെ അപ്പൊ ഞാൻ നിന്റെ വണ്ടി എടുത്തോളാം കേട്ടാ. ഈ വണ്ടി എന്റെ പേരിൽ എഴുതിയെടുക്കും. കാശാടാ കാശ് കൊടുത്തരും നീ ആ എടാ നിന്റെ വണ്ടി ജയിക്കാൻ പോണില്ല. ശരി എന്നാ റീമാച്ച് ശരി വാ റീമാച്ച്. ആ അല്ലല്ല നീ ഓടിച്ചു നോക്കണം. നീ വാ കേറ് വാ. അല്ലല്ലോ എടാ നീ എന്റെ സമയം കളയല്ല. നീ ഉണ്ടോ നീ റേസിനുണ്ടോ അതോ അല്ലെ സ്പീഡൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അവൻ എന്റെ വണ്ടി ഇറങ്ങടാ. എടാ എന്റെ വണ്ടി ഒരു 400 മത്സരം ക്യാൻസൽ ചെയ്യല്ലോ. എടാ ഈ അപരാധി പറയുന്നത് കേട്ടോ നീ? എടാ ഇറങ്ങടാ ഇങ്ങോട്ട് ഇറങ്ങടാ കാശ് താടാ. എടാ നീ റേസ് വെച്ച് എന്ത് കണ്ടിട്ടാ? നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവൂല. നിന്നെ കൊല്ലു ഞാൻ ഇപ്പൊ. നിന്നെ കൊല്ലാൻ പോണം. കൈപൊക്ക് ഒറ്റ 10 ഞാൻ നോക്കട്ടെ എത്ര നിന്റെ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി ഉണ്ട് നിന്റെ കയ്യില്. 10 കോടിയാ എന്റെ കയ്യില? 10 100 1000 ലക്ഷം 10 ലക്ഷം കോടി. അതിന്ന് 10 കോടി ഇല്ലല്ലേ? അപ്പൊ എത്ര അത് എത്രയായിരുന്നു? 5 കോടി എനിക്ക് തിരിച്ചിട്ട്. 10 100 അയ്യോ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. ഇതെന്ത് പറയും? എടാ നീ ഒരു 5 കോടി നീ എണ്ണി താഴെ. 5 കോടി എണ്ണി താഴെ നീ എണ്ണി താഴെ. എടാ അത് 5 കോടി. എടാ 1 കോടിയാണോ അത്? അത് 1 കോടിയാ. എടാ 1 കോടി വെച്ച് നീ എന്നെ അങ്ങ് ഒലത്താന്ന് വിചാരിച്ചാ? എടാ 1 കോടി 10 കോടി ഉണ്ടെന്ന് പറഞ്ഞത് ആരാ? നോക്കട്ടെ. മതി. 5 കോടി എടാ അപ്പൊ ഇനി അടുത്ത റേസിനാണേ. ഞാൻ അടുത്ത വണ്ടി ഇറക്കി വിളിച്ചാ മതി. നീ അടുത്ത വണ്ടി ഇറങ്ങിട്ടോ. നമ്പർ കൊടുത്തോണെങ്കിൽ തെറ്റായിട്ട് വിളിക്കട്ടെ. ഇനി അടുത്ത റേസ് 10 കോടി ചന്ദ്രൻ 5 കോടി കിട്ടിയാ? 1 കോടിയൊക്കെ മതി. 1 കോടിയൊക്കെ മതി. അല്ല മതി. നമ്മൾ ഒരാൾ അങ്ങനെ ഊമ്പിക്കാൻ പാടില്ലല്ലോ. കറക്റ്റ് പറ. എടാ 1 കോടി ഇറക്കി പറയല്ലേ അളിയ 1 കോടി അളിയ. എനിക്കങ്ങനെ കള്ളം പറഞ്ഞ സ്വഭാവം ഇല്ലെന്ന് അറിയാലോ നീക. ഇല്ല നിന്നെ വണ്ടി ലോക്ക് ചെയ്തേ സാർക്ക്. നമ്മ പയ്യന് ഗിഫ്റ്റ് കൊടുക്കണം. അയ്യോ ഗിഫ്റ്റ് കൊടുക്കണം. അത് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊടുക്കണം ചന്ദ്രു. അവനാണ് ഈ കാർ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെണ്ണാണ്. അതിനെ കൊടുക്കാൻ പറ്റുമോ? എനിക്ക് പറ്റൂല മാമയാവൻ.